തിരുവനന്തപുരം മേയറും കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും തമ്മിൽ നടുറോഡിലുണ്ടായ തർക്കത്തിലെ നിർണായക തെളിവ് പരിശോധിക്കാൻ പോലീസിന് താൽപ്പര്യമില്ല. തിരുവനന്തപുരം ഡിപ്പോയുടെ RPC 101 എന്ന കെ.എസ്.ആർ.ടി.സി ബസ്സിൽ 3 നിരീക്ഷണ ക്യാമറകളുണ്ട്. മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഈ ക്യാമറയിലുണ്ട്. ഈ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കാനും ചിലർ നീക്കം നടത്തുന്നുണ്ട്. കെ.എസ്.ആർ.ടി.സി അടക്കം ഈ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി സൂക്ഷിക്കുകയാണ്. ഇതിന് പിന്നിൽ അട്ടിമറി സാധ്യതയാണ് ചർച്ചയാകുന്നത്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് ഈ ക്യാമറയെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് വിശദ റിപ്പോർട്ട് തേടിയത്. ബസ്സിനുള്ളിലിരുന്ന് ചിലർ എടുത്ത വീഡിയോ നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്തിരുന്നു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണിത്. മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറയുണ്ട്. ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും. ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കിവിട്ടതെന്ന് തെളിവ് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട്. ഇവ പരിശോധിച്ചാൽ സംഭവത്തിന്റെ സത്യം തെളിയും. എന്നാൽ പോലീസിന് ഇതിൽ താൽപ്പര്യമില്ല. ബസ്സും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ചോടിയെന്നും ആരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും വ്യക്തമാകും. എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തുവിടേണ്ടെന്നാണ് കെ.എസ്.ആർ.ടി.സിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. കെ.എസ്.ആർ.ടി.സി താൽക്കാലിക ഡ്രൈവർ HL യദുവിനെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും മുമ്പേ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. യദുവിനെ ഇനി തിരിച്ചെടുക്കില്ല. താൽക്കാലിക ജോലി ആയതുകൊണ്ട് തന്നെ നിസ്സാരമായി ഡ്രൈവറെ പുറത്താക്കാൻ കെ.എസ്.ആർ.ടി.സിക്ക് കഴിയും. കോൺഗ്രസ് പശ്ചാത്തലമുള്ള യദുവിനെ കെ.എസ്.ആർ.ടി.സിയിൽ ജോലി നൽകിയത് എങ്ങനെയെന്ന ചോദ്യവും പ്രസക്തമാണ്. അശ്ലീല ആംഗ്യം കാണിച്ചതടക്കം മേയർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതിന് തെളിവ് ക്യാമറയിലുണ്ടാകും. എന്നിട്ടും പോലീസ് പരിശോധിക്കുന്നില്ല. അതിനിടെ കോടതിയിൽ കേസ് കൊടുക്കാനാണ് യദുവിന്റെ തീരുമാനം. അങ്ങനെ വന്നാൽ ബസ്സിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും തെളിവായി മാറും. അതിനിടെ മേയർക്കെതിരെ കേസെടുക്കാത്തത് ഇപ്പോഴും വലിയ വിവാദമായി തുടരുകയാണ്. പ്രധാന റോഡിൽ സിനിമാ സ്റ്റൈലിൽ കാർ കുറുകെയിട്ട് ബസ് തടയുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇതിൽ പോലീസ് കേസ് എടുക്കുന്നുമില്ല. കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞാൽ ക്രിമിനൽ കേസ് ഉറപ്പാണ്. ജീവനക്കാരെ ആക്രമിക്കുകയോ ബസ്സിന് കേടുപാടുണ്ടാക്കുകയോ ചെയ്താൽ ജാമ്യമില്ലാ കുറ്റമാകും. ഔദ്യോഗിക കൃത്യനിർവഹണം തടയുക, ബസ് മുടക്കിയത് വഴി സാമ്പത്തിക നഷ്ടമുണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തും. ജീവനക്കാർക്ക് നേരിട്ട് പോലീസിൽ പരാതി നൽകാം. ട്രിപ്പ് പൂർത്തിയാക്കിയില്ലെങ്കിലോ ബസ്സിന് നാശനഷ്ടമുണ്ടെങ്കിലോ ഡിപ്പോ മേധാവി പരാതിപ്പെടണം. പക്ഷേ ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല. പൊതുസ്ഥലത്തെ ലൈംഗികാതിക്രമണമാണെങ്കിലും പോലീസിനെ ആദ്യം വിവരം അറിയിക്കണം. പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ തടയാൻ പാടുള്ളൂ. പോലീസ് കൺട്രോൾ റൂമിന് 1 കിലോമീറ്റർ അകലെ വെച്ചാണ് സംഭവം നടക്കുന്നത്. നഗരത്തിനുള്ളിൽ എവിടെയും 5 മിനിറ്റിനുള്ളിൽ എത്താവുന്ന വിധത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. എല്ലാം അറിയാവുന്ന മേയർ സ്വയം നിയമം കയ്യിലെടുത്തു. എല്ലാം കണ്ട് ഭർത്താവും MLA യുമായ സച്ചിൻ ദേവ് കൂടെ നിന്നു.